എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. ഒരു നെയ്ച്ചോറും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ റോസ്റ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റാണ്. വഴറ്റൊന്നും ചെയ്യാതെ ഈസി ആയിട്ട് കുറഞ്ഞ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. കൂടാതെ അതിൻ്റെ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഉണ്ട്. ഈ ഒരു ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനും അല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് ആദ്യം എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ചെറുതായിട്ടും മുറിച്ചെടുക്കാവുന്നതാണ്. ചിക്കൻ റോസ്റ്റിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാർ എടുക്കാം. അതിലേക്ക് ഒരു 20 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 30 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള വെളുത്തുള്ളിയാണ്. ഏറ്റവും ചെറുതല്ല, ഏറ്റവും വലുതുമല്ല. ഇതിലേക്കൊരു 2 ഇഞ്ച് കനത്തിൽ, ഏതാണ്ട് ഈ ഒരു കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിയിലിട്ട് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ ഇഞ്ചി എപ്പോഴും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. ഇതിലേക്ക് ഒരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. എരിവനുസരിച്ച് ചേർക്കാം. ഒരു 7 എണ്ണം വരെയൊക്കെ മാക്സിമം ചേർക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. ഏതെങ്കിലും ഒരു ചിക്കൻ മസാല. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടിയുള്ള ഒരു ഉപ്പ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് ചിക്കനിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏറ്റവും കുറഞ്ഞതാണ് അരമണിക്കൂർ. നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കുഴിയുള്ള പാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ ഏകദേശം ഒരു ഫ്രൈ ചെയ്യുന്ന കണക്കിനാണ് ഉണ്ടാവുക. പക്ഷേ ബാക്കിയുള്ള ആ ഒരു മസാലയെല്ലാം ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം. ഒട്ടും മസാല ബാക്കി വെക്കണ്ട. മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടാവും. ആ ഒരു മസാല കൂടി ഈ ഒരു ചിക്കനിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴേക്കും ഒരു ഭാഗത്തേക്ക് വെളിച്ചെണ്ണ എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തക്കാളി അല്ലെങ്കിൽ പഴുക്കാത്ത തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചാൽ ഇതിൽ നിന്ന് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് കുറച്ചൊന്ന് ഫ്രൈഡ് ആയിട്ടൊക്കെ ചിക്കൻ വന്നിട്ടുണ്ടാവും. നല്ലതുപോലെ റെഡിയായി കിട്ടും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിടാതെ ചിക്കൻ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് വേവൊന്നുമില്ല, ഒരു 10 മിനിറ്റൊക്കെ തന്നെ മതിയാവും. നല്ലതുപോലെ ആ ഒരു മസാല എല്ലാം പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റിൽ അധികം മസാല ഉണ്ടാവില്ല. നമ്മൾ റോസ്റ്റ് പോലെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല ചിക്കൻ കറി പോലെ. പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോംബോ നല്ലൊരു ടേസ്റ്റി കോംബോയാണ്. അപ്പോൾ എങ്ങനെയാണ് നെയ്ച്ചോറ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല തൂവെള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഗീ റൈസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല അരി നോക്കി സെലക്ട് ചെയ്യുക. കൈമ അരിയാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് കൊണ്ടും ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കൈമ അരിയാണ്. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ലോങ് ഗ്രെയിൻ അരി ഇഷ്ടമുള്ളവരുണ്ടാവും, അതുപോലെ ചെറിയ അരി ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്ച്ചോറ് ചെയ്യാൻ വേണ്ടി 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് അരി, ഏകദേശം ഒരു 1/4 കിലോ അല്ലെങ്കിൽ 250 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെക്കേണ്ടത് നല്ല ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാളയാണ്. ഒരു കപ്പ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സവാള. ഇനി ഒരു പോട്ട് എടുക്കാം. അതിലേക്ക് ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഡാൽഡ, ഒരുപാട് ഡാൽഡ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഡാൽഡ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി. ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഡാൽഡ ചേർത്തത്. ഒരുപാട് ഡാൽഡയും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സവാള എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് തിന്നായി സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. സവാള ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടും വരും. അതുപോലെ ആ ഒരു ചെറിയൊരു ഉപ്പ് ഉണ്ടാവും. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഈ ഒരു സവാള ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സവാള കരിഞ്ഞു പോവാതെ നോക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ ഇതൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം കരിഞ്ഞു പോവാതെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും റെഡി ആയതിനു ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്കയാണ് ചേർത്തിട്ടുള്ളത്. 6-7 ഏലക്ക, അതുപോലെ തന്നെ 6-7 ഗ്രാമ്പു ചേർക്കാം. ഒരു 2-3 ഇഞ്ച് കനത്തിൽ പട്ട ചേർക്കാം. വേറെ സ്പൈസസ് ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ നോർമൽ വാട്ടറാണ്, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ
3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതിൽ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഉപയോഗിക്കാറുള്ള ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസിനൊക്കെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം തന്നെയാണ് എടുക്കാറുള്ളത്. ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ് റോസ് ബ്രാൻഡാണ്, റോസ് കൈമയാണ്. അതിന് കറക്റ്റായിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. ഇന്ത്യ ഗേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർത്തി വെക്കാറുണ്ട്. നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുതിർത്തി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്, ഈ ചെറിയ അരി കിട്ടുമ്പോൾ. അപ്പോൾ ഇത് കുതിർത്തി വെക്കേണ്ട ആവശ്യം പൊതുവേ ഇല്ല. ഇന്ത്യ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുതിർത്തി വെക്കുന്നത് നല്ലതായിരിക്കും, അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അതുപോലെ വെള്ളവും 1 കപ്പിന് ഒരു 1.25 കപ്പ് എന്നുള്ള അളവിലാണ് ഞാൻ ഉപയോഗിക്കാറ്. അതിപ്പോൾ ഓരോ അരിയുടെയും വേവ് അനുസരിച്ചാണ്. അതുപോലെ ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ ഇന്ത്യ ഗേറ്റ് മാത്രമാണ് ഞാൻ കുതിർത്തി വെച്ചിട്ട് ചെയ്യാറുള്ളത്. അരി വേവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നല്ലതുപോലെ തിള വന്നിട്ടുണ്ടാവും. അതുപോലെ അരി ഇടുമ്പോൾ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് മാത്രം അരി ഇടാൻ ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ അരിയും വെള്ളവും തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി 4 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റിൽ അതിലുള്ള വെള്ളം എല്ലാം വറ്റി ഈ ഒരു ഇതിലെത്തിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് അരിയിൽ വെള്ളം ഉണ്ടാവും, പക്ഷേ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ സിമ്മിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു അരി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ഒരു ഗ്യാസ് ഫ്ലെയിമൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഇത് ഏകദേശം കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, പക്ഷേ അരി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 95% ഈ അരി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഗാർണിഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കൂടാതെ ഞാൻ ഒരു ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ക്യാരറ്റാണ്, ഒരുപാട് വലുതായിട്ടൊന്നും കട്ട് ചെയ്തിടണ്ട. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള പച്ച ക്യാരറ്റാണ്, ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ആ ഒരു അരിയുടെ ചൂടിലേക്ക് കുറച്ച് ക്യാരറ്റ് എത്തുന്നത് നല്ലതായിരിക്കും. അപ്പോഴേക്കും ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു ഫ്ലേവർ ആ ഒരു ചോറിന് കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സാഫ്രോൺ പാലിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷണലാണ്. സാഫ്രോൺ എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് പാലിലോ വെള്ളത്തിലോ ഒന്ന് മിക്സാക്കി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള ഫ്രൈഡ് ഓനിയനും അതുപോലെ കാഷ്യൂസും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പശുവിൻ നെയ്യാണ്. നമ്മൾ അരി വേവിച്ചെടുത്തിട്ടുള്ളത് നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു ഡാൽഡയിലും ഓയിലുമാണ്. അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈസിന് ഒരുപാട് നെയ്യൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കാം. ടൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് ടൈറ്റ് ആക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും ചെറിയ തീയിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും അടിയിലൊന്നും പിടിക്കില്ല. ഏറ്റവും സിമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ റോസ്റ്റും ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത ഈ ഒരു 2 കപ്പ് അരി വെച്ചിട്ട് നമുക്ക് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും. അതുപോലെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്കൊരു 3-4 പേർക്ക് സെർവ് ചെയ്യാം. വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ കഷ്ണങ്ങളല്ലാന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടും ചിക്കൻ റോസ്റ്റ് ചെയ്യാവുന്നതാണ്.
റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അടിപൊളി നല്ല തൂവെള്ള നെയ്ച്ചോറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളെല്ലാവരും നെയ്ച്ചോറൊക്കെ വീട്ടിലുണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു ചിക്കൻ റോസ്റ്റ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.